നമസ്കാരം. നിയമവും നീതിയും വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയുടെ പടിവാതിൽക്കൽ മുട്ടുമടക്കുകയാണോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. സ്വന്തം ഓഫീസിലെ വനിതാ പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രസിഡന്റും സംഘവും മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഇന്നലെയാണ് ഉണ്ടായത്. ആത്മഹത്യാ ശ്രമം വരെ നടന്നിട്ടും കേസെടുക്കാത്ത പോലീസിന്റെ നടപടിയിൽ ദുരൂഹതയേറുകയാണ്. കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് ചുവടുമാറിയ ശശിയെ രക്ഷിക്കാൻ ഭരണകൂടം നേരിട്ട് ഇടപെടുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയെ സിന്ധുവിനെ പ്രസിഡന്റും 2 വനിതാ അംഗങ്ങളും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. പഞ്ചായത്ത് വാഹനത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഡ്രൈവറെ മർദ്ദിച്ച പ്രസിഡന്റ് ഇത് ചോദ്യം ചെയ്ത സെക്രട്ടറിയെ ആക്രമിക്കുകയായിരുന്നു. സഹികെട്ട് സെക്രട്ടറി ആത്മഹത്യാ ശ്രമം വരെ നടത്തിയ സംഭവത്തിൽ സ്ഥലത്തെത്തിയ പോലീസിനോടും വെള്ളനാട് ശശി തട്ടിക്കേറി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഒരു സ്ത്രീയെ തടഞ്ഞു വെക്കുകയും ചെയ്തിട്ടും ശശിക്കെതിരെ FIR ഇടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നാണ് സൂചന. ഇതാദ്യമായല്ല വെള്ളനാട് ശശി ഇത്തരത്തിൽ പെരുമാറുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഔദ്യോഗിക വാഹനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സെക്രട്ടറിയുടെ വാഹനം വഴിയിൽ തടഞ്ഞിട്ട ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട്. 2024 സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ച കേസിലും ഇയാൾ അറസ്റ്റിലായിരുന്നു. എന്നാൽ എല്ലാ കേസുകളിലും രാഷ്ട്രീയ സ്വാധീനം ശശിക്ക് തുണയാവുകയാണ്. വെള്ളനാട് പഞ്ചായത്തിൽ തന്നെ എതിർക്കുന്നവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന അഞ്ഞൂറാൻ ശൈലിയാണ് ശശി പിന്തുടരുന്നത് എന്നാണ് ആരോപണം. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഭരണകൂടം സ്വന്തം പാർട്ടിയിലൊരു നേതാവ് വനിതാ ഉദ്യോഗസ്ഥയെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുമ്പോൾ മൗനം പാലിക്കുകയാണ്. ഗസറ്റഡ് ജീവനക്കാരുടെ സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താത്തത് ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. ഭരണപക്ഷത്തെ പ്രധാന സംഘടന പോലും സെക്രട്ടറിക്കൊപ്പം നിൽക്കാതെ ഭരണകൂട താല്പര്യങ്ങൾക്ക് വഴങ്ങുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. താൻ ഇവിടെ വന്ന അന്നു മുതൽ പ്രസിഡന്റ് ഉപദ്രവിക്കുകയാണെന്നും സഹിക്കാൻ വയ്യാതെയാണ് കത്തിയെടുത്ത് സ്വയം കുത്താൻ ശ്രമിച്ചതെന്നും സിന്ധു കരഞ്ഞു പറയുമ്പോഴും നിയമം കണ്ണടച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ചുവടുമാറ്റത്തിലൂടെ നേടിയെടുത്ത സംരക്ഷണ കവചം വെള്ളനാട് ശശി ഇനിയും എത്രനാൾ തുണയ്ക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വെള്ളനാട് ശശി നിരന്തരം മാനസിക പീഡനത്തിന് ഇരയാകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് സിന്ധു പോലീസിൽ പരാതി നൽകിയിരുന്നു. വെള്ളനാട് ശശി ജാതി അധിക്ഷേപം നടത്തിയതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന് വാഹനം വിട്ടു നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണമെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും സിന്ധു പരാതി നൽകിയിരുന്നു. നടപടി ഉണ്ടാകാതെ വന്നതോടെ ആര്യനാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സ്ത്രീയെന്ന പരിഗണന നൽകാതെ പട്ടികജാതിക്കാരി എന്ന നിലയിൽ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും തനിക്ക് അയിത്തം കൽപ്പിക്കുന്നുവെന്നുമാണ് സിന്ധു പറയുന്നത്. യോഗങ്ങളിൽ നിന്നും മനഃപൂർവ്വം ഒഴിവാക്കുന്നുവെന്നും തന്നെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും സിന്ധു വ്യക്തമാക്കിയിരുന്നു. തന്റെ വണ്ടി തടഞ്ഞു നിർത്തി താക്കോൽ ഊരിയെടുത്തു. മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. താൻ SC വിഭാഗക്കാരിയായതിനാൽ കമ്മിറ്റിയിൽ കയറ്റിയില്ല. അദ്ദേഹം പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്ന നിലപാടാണ് വെള്ളനാട് ശശിക്കെന്നും സിന്ധു ആരോപിക്കുന്നു. സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും തങ്ങളെ കൊന്നാലും ആർക്കും ഒരു പ്രശ്നവുമില്ലെന്ന രീതിയിലുള്ള പ്രതികരണമാണ് പരാതി കൊടുത്തിടത്ത് നിന്ന് ലഭിച്ചതെന്നും സിന്ധു അനിൽകുമാർ പ്രതികരിച്ചു. പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള നേതാവായ വെള്ളനാട് ശശി KPCC അംഗമായിരുന്നു. ഒരു കാലത്ത് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള പടലപ്പിണക്കത്തെ തുടർന്നാണ് ശശി പാർട്ടി വിട്ടത്. CPM-ൽ ചേർന്നതിന് പിന്നാലെ വെള്ളനാട് ശശിയെ പുറത്താക്കിയതായി കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടിന്മേലാണ് നടപടിയെന്നാണ് DCC നേതൃത്വം അന്ന് അറിയിച്ചത്. എന്തായാലും ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് പ്രസിഡന്റും 2 വനിതാ മെമ്പർമാർ കൂടി ചേർന്ന് പൂട്ടിയിട്ട സംഭവത്തിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല എന്നത് നാണക്കേട് തന്നെയാണ്. ഭരണപക്ഷത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കുകയാണ് പോലീസ് എന്ന ആക്ഷേപവും ശക്തമാണ്.